ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടി ചേർത്തല വരെ ഒന്ന് പോവുക. ആശാങ്കിളിൻ്റെ മിനാൻറ്റീനെ അറിയില്ലേ? അവർ കോഴിക്കോട് വന്ന വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടില്ലേ? സോ ആശാങ്കിളുടെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്, അതിന് പോവുക. ഞാൻ ചേർത്തല ആവുമ്പോഴേ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്ക് ടു ചേർത്തല എന്നൊക്കെ പറയാമല്ലേ. നമ്മൾ എക്സിക്യൂട്ടീവിനാണ് കേട്ടോ പോണത്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ ജനറൽ സീറ്റ് പിടിക്കുക എന്നുള്ളത്. എനിക്ക് ഇത്രയും എഡ്രിനാലിൻ റഷ് തരുന്ന വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കേട്ടോ ഇഷ്ടം. സോ ദാറ്റ് നമുക്ക് വേറെ ആരുടെയും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പോവുകയാണെങ്കിലും എനിക്ക് എല്ലാവരുടെയും ബാക്കിൽ പോണത് അത്ര ഹാപ്പിനെസ് തരുന്ന പരിപാടിയൊന്നുമല്ല. എനിക്ക് എൻ്റേതായ രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടം. ബട്ട് ഫാമിലീൻ്റെ കൂടെ പോണതും ഇങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും വേറെ തന്നെ ഒരു വൈബാണ്. ബട്ട് എപ്പോഴാണ് അടിച്ച് പിരിയാന്ന് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ആ പിന്നെ അച്ഛൻ്റെ BSc ക്ലാസ്മേറ്റ് വത്സല ആൻറ്റി ഓൾസോ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. ആൻറ്റിക്കും അവരെ കൂടെ ഉള്ളവർക്കൊക്കെ ഷൊർണൂർ ഒറ്റ എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ബട്ട് ഞാനാരാ മോള്, എനിക്കും എൻ്റെ കൂടെയുള്ള രണ്ടെണ്ണത്തിനും സീറ്റ് സെറ്റാക്കി കൊടുത്തില്ലേ. ഇവർ BSc ക്ലാസ്മേറ്റ്സ് ഇടയ്ക്കൊക്കെ ഗെറ്റ് ടുഗെദറൊക്കെ വെക്കാറുണ്ട് ഫാമിലി ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയക്കുറവൊന്നും ഇല്ല കേട്ടോ. ആൻറ്റി നമ്മുടെ അടുത്തേക്ക് എറണാകുളം സൗത്ത് അറ്റ് എത്തിയപ്പോഴാണ് വന്നത്. ബട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് നമ്മുടെ കൂടെ എൻറ്റയർ ജേർണിയിൽ ഉള്ളതുപോലെ. ആൻറ്റി അച്ഛനായിട്ടുള്ള മെമ്മറീസും അല്ലാത്തതുമൊക്കെ ആയിട്ട് കുറേ സ്റ്റോറീസ് പറഞ്ഞു. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് നല്ല ഫീലുള്ള ഒരു നറേഷനായിരുന്നു. സ്റ്റോറീസൊക്കെ പേഴ്സണൽ ആയതുകൊണ്ട് അതൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ആസ് യൂഷ്വൽ വന്ദേ ഭാരത് പോകാൻ വേണ്ടി കുറച്ചധികം നേരം ട്രെയിൻ പിടിച്ചിട്ടു. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. ഓരോ പ്രാവശ്യം ആശയങ്ങൾ ഓരോ കാറായിട്ടാ വരിക. മൈ ഗോഡ്, സോ റിച്ച് അല്ലേ. ഡോറെല്ലാം തുറന്നിരുന്നു. അങ്ങനെ നമ്മൾ വത്സലാൻറ്റീനോടും ഫാമിലിയോടും ഒക്കെ ടാറ്റ പറഞ്ഞ് ആശാങ്കളുടെ കൂടെ ഇനി കല്യാണ വീട്ടിലേക്ക്. ബൈ ദി വേ കല്യാണം എല്ലാം കഴിഞ്ഞു കേട്ടോ. റിസപ്ഷനാണ് ഇന്ന്. ഞാനിവിടെ ആയിരുന്നല്ലോ കുറച്ച് കാലം. ഇതൊക്കെ ഞാൻ കുറേ നടന്ന വഴി മാതിരി അച്ഛനും അമ്മയ്ക്കും എക്സ്റേ ജംഗ്ഷൻ മൊത്തം ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചേർത്തലയുടെ സ്വന്തം സെൻട്രൽ ബസാറും ട്രെൻഡ്സും പിന്നെ നമ്മുടെ BSNL എക്സ്ചേഞ്ചും. അച്ഛൻ്റെ അങ്കിളുടെ മെയിൻ ലിങ്ക് BSNL ആണല്ലോ. അച്ഛൻ VRS എടുത്തു, അങ്കിൾ ഇപ്പോഴും BSNL-ലാണ്. ഇതാ നമ്മുടെ അടുത്ത പുള്ളി എത്തിയിട്ടോ, മിനി ആൻറ്റി. ആൻറ്റി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോയതായിരുന്നു. നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഫസ്റ്റ് കല്യാണ വീട്, ദെൻ അങ്കിളിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക, റെഡി ആവാം. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. ഹായ് കാണിച്ചത് മൂത്ത ചേട്ടൻ, പിന്നെ കണ്ടതാണ് കല്യാണ ചെക്കൻ. ഇത് അമ്പു, ആശാങ്കളുടെ ചെറിയ മോൻ. മൂത്താള് പുറത്താ. പിന്നെ ബ്ലൂ ഷർട്ട് അങ്കിളുടെ ചേട്ടൻ. Namaskaram, ഞാൻ ഹീലിയാണ്. എൻ്റെ ഫേവറേറ്റ് വേർഡ് നന്ദിയാണ്. പക്ഷേ ആദർശ് പറഞ്ഞു അത് നന്ദി കോമൺ അല്ല. നന്ദി നന്ദി എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല ഇവിടെ. മലയാളീസ് താങ്ക് യു പറയും. പക്ഷേ എനിക്ക് നന്ദി ഇഷ്ടമായി. 100%. ഇത് സറാണോ? Yes. ഇത് സറിന്റെ ഭാര്യ ആണ്. And this is you. Aisha. അലീഷ ചിനയാണ് സിംഗർ. അലീഷ ചിന ഏതായിരുന്നു? അലീഷ ചിന. ഞാനും നമുക്ക് ഇന്ന് ടാൻ റിമൂവൽ പാക്ക് ഇടാം. ഉണ്ടോ? ഒരു ഓറഞ്ച് കളർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഒന്ന് കടലമാവ് നമ്മൾ ഫുൾ സെറ്റ്. ഇതാണ് ചേർത്തല ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ പോയാൽ ബസ് സ്റ്റാൻഡ്, ലെഫ്റ്റ് പോയാൽ നമ്മളെ അങ്കിളുടെ വീട്ടിലേക്ക് ഉള്ള ഒരു വഴി. ആൻഡ്
ഇതാണ് നമ്മളെ ചായഗാടി. അത് നമ്മളൊരു എന്താ സ്ഥിരം സ്പോട്ടാ. ചായഗാടി ഒന്നും കാണുന്നില്ല. ചായഗാടി അത് ബോർഡ് കാണിക്കും. ഇവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചായഗാടി. ഇതൊരു പോയിന്റ്. വെൽക്കം ടു വിസ്മയ, ആശാങ്കളുടെ മിനി ആൻറ്റീൻ്റെ വീട്. അങ്കിള് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടീനെയും കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ അതിൽ പോവില്ല, ലാസ്റ്റ് ടൈം വന്നപ്പോ ഉണ്ടായിരുന്നു. അവരവിടെ പാട്ട് പ്രാക്ടീസ് ചെയ്യുക. എനിക്കാണെങ്കിൽ നല്ല തലവേന. ഒരു കോഫി ഉണ്ടാക്കാന്ന് വെച്ചു. ആന്റിക്ക് അടുത്തത് എന്റെ കല്യാണം കാണുന്നത്. അപ്പൊ കണ്ടത് തന്നെ. എന്താ കല്യാണം കഴിക്കണ്ടേ? അയ്യാ, ഇവരെ പ്രാക്ടീസ് ഇപ്പോഴൊന്നും തീരില്ല എന്നാ തോന്നുന്നത്. ഞാനും ആന്റിയും ഒരു പാക്ക് ഇടേണ്ട കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ? അത് ചെയ്താട്ടെ. സോ നമ്മൾ ഇന്ന് ജസ്റ്റ് ചെറിയൊരു ചെയ്യാൻ പോവാണ്. വെരി ഇത് എന്റെ സ്വന്തം മിനി ആന്റി. മിനി ആന്റിക്ക് ഞാൻ അതാ പൊട്ടൊന്നുമില്ലോ. ഇത് കുറച്ച് ലൂസ് ആയിപ്പോയി. ഇതെന്താ അറിയോ? വെറുതെ തട്ടിക്കൂട്ട് കടലമാവ് പ്ലസ് എന്ത് പാല്. ആന്റി SN കോളേജിലെ കൊമേഴ്സ് ലെക്ചറർ ആട്ടോ. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പുറത്ത് ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആന്റിക്ക് ഭയങ്കര ആഗ്രഹമാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ ഉള്ളപ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റെഡി ആവാം അങ്ങനെ. പക്ഷെ അതിന് സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയ. ആദ്യം തന്നെ ഹെയർ ചെയ്യാം. ഒന്ന് ജസ്റ്റ് എന്താ പറയാ, ജെല്ലിട്ടിട്ട് ഈ ഫ്രണ്ട് മാത്രം എന്താ സ്ട്രെയിറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഞാൻ മിക്കവാറും ഇങ്ങനെ ബാക്കോട്ട് കെട്ടുകയായിരിക്കും. ആൻഡ് നമ്മുടെ കയ്യിൽ സമയം പറഞ്ഞ സാധനമില്ല. ഓക്കെ, വി ഡോണ്ട് ഹാവ് ടൈം. ബാക്കിൽ കുറെ ആൾക്കാർ റെഡി ആവുന്നുണ്ട്. അവർ കിട്ടുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഫോർ നൗ വിചാരിക്കുന്നത്. ഇനി മാച്ചിന്റെ വരുമെന്ന് അറിയില്ല. ഈ ഒരു പേളിന്റെ കമ്മലാട്ടോ ഇടുന്ന്. എനിക്ക് ഐഷാഡോ കണ്ടൊന്നും കാണാൻ തന്നെ ഇല്ല കേട്ടാ. പഠിച്ചോനെ, 3 പെണ്ണുകൾ. ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എന്തൊക്കെയോ ആണ് എടുത്തത്. മൈ ഗോഡ്. അഴിച്ചിടണ്ട. ഇതന്നെ മതി. എന്റെ പ്ലസ് ടു മച്ച് ആയോ? ഓക്കെ, പൊട്ട് വേണോ? ഇവിടെ ഇപ്പോ ടു മച്ച് ക്രൗഡ്, അൺസൈക്കബിൾ ക്രൗഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേണോ? നെട്ടരി അതെന്താണെന്നറിയോ? അത് എന്റെ ഡാഡിയാണ് എനിക്ക് ഇത് തരുന്നത്. എന്റെ അമ്മയാന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. യെല്ലോ, ബ്ലൂ, യെല്ലോ, ഒരു ബ്രൗൺ, പച്ച, സോറി പിസ്ത. നമ്മളിപ്പോ രാജശ്രീ ആന്റിന്റെ ഓഫീസിന്റെ വാതിക്കലെത്തി. യെസ്, ഇതാണ് രാജശ്രീ ആന്റിന്റെ ഓഫീസ്. ഈ വാതിക്കൽ എന്നുള്ള ടേമൊക്കെ ഞാൻ ചേർത്തല വന്നപ്പോ കിട്ടിയതാട്ടോ. ഇത് രാജശ്രീ ആന്റി മിനി ആന്റിന്റെ ഫ്രണ്ടാ. ഇപ്പൊ എന്റെയും. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ചായ. ഞങ്ങളെ രണ്ടാളുടെ മുഖം വലുതാ. ഞാൻ പിന്നെ ഇവർക്ക് ഓരോന്നും കാണിച്ചു കൊടുക്കുന്നു. ചേർത്തല കാർത്യാനി അമ്പലവും കേശവന്റെ J7ഉം. അപ്പോൾ അതാ അച്ഛന്റെ വക ഇങ്ങോട്ടേക്കൊരു സ്റ്റോറി.
ഞാൻ നടന്നു പോകുന്ന വഴികളായിരുന്നു. ആൻഡ് ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇത് ഏതോ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഒരു സന്യാസി ഇതിലൂടെ ആസിഫ് അലിന്റെ ഒരു സിനിമയിൽ 6 സുന്ദരികളായ സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടു. അങ്ങനെ അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ആ സന്യാസി ഓടി നടന്ന് അതിലൊരു സ്ത്രീ മാത്രം ചേറിൽ ഒളിച്ചു നിന്നു. അങ്ങനെയാണ് ഒരു ചേർത്തല ഭഗവതി എന്നുള്ളതൊക്കെ വരുന്നത്. ഞാൻ പിന്നീട് ഒരു ദിവസം കൂടുതലായിട്ട് പറഞ്ഞത്. ആന്റി എനിക്കൊന്ന് മാറ്റങ്ങൾ പറഞ്ഞോളൂ. കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്, വണ്ണം കുറഞ്ഞു. ഇനി ജിമ്മ് പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വരണം എന്ന് പറയുന്നത്. ഇങ്ങനെ പുകഴ്ത്തണ്ടേ, വീഡിയോയിലുള്ളൊരു കേക്കണ്ടേ? അങ്ങനെയാണോ? അല്ലല്ല, കൊച്ചു സുന്ദരിയായിട്ടുണ്ട്. നമ്മൾ കല്യാണ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. ഇത് രാജശ്രീ ആന്റി, ഷാജിദ അമ്മ, അലീഷ, മിനി ആന്റി ദേഷ്യം പിടിച്ചിട്ട് പോയി ചൂടെടുത്തിട്ട്. സോ ഹോട്ട്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പെട്ടെന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. കൈയൊഴിഞ്ഞ താരകം സഖി. As I learned Malayalam, not only is she beautiful on the outside, but her soul is beautiful. I'm lucky to call Shalu my best friend. ലാസ്റ്റിലേക്കായപ്പം ഒരു മഴയൊക്കെ വന്നുപോയി. വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലായിരുന്നു അതിനെ കൊണ്ട്. നമ്മൾ ഫസ്റ്റ് തൊട്ട് ഓൾമോസ്റ്റ് ലാസ്റ്റ് വരെ അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ആശങ്കളുടെ അവിടെയാണ് നമ്മൾ സ്റ്റേ. ആൻഡ് അവർ പോകുമ്പോഴാണ് നമ്മളും പോവുക. ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് കാലുവേനായിട്ട് എന്നെ കൂട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു വന്നു. മമ ഭാവനയുടെ അഴകിൻ്റെ അലപോലെ
ഇത് കല്യാണച്ചക്കൻ്റെ അമ്മ. ഞാനിങ്ങനെ ആൻറ്റീനോട് പറയായിരുന്നു എന്ത് കോർഡിനേറ്റഡ് ആണ് ഇവൻ്റ് എന്ന്. ഫുൾ പ്രോപ്പർ ആയിരുന്നു. ഡെക്കോർ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നമ്മളങ്ങനെ അവിടുന്ന് പതുക്കെ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ സൈഡായി. ആൻറ്റിയും കിടക്കാനെല്ലാം പോയി. ബട്ട് നമ്മുടെ സംസാരം എല്ലാം കേട്ടിട്ട് തിരിച്ചു വന്ന് ഇവരെന്തെല്ലോ കഥയെല്ലാം പറയുന്നുണ്ടായിരുന്നു. നാളെ മോർണിംഗ് എന്തായാലും അമ്പുനെ എണീറ്റിട്ട് കാണാനൊന്നും പറ്റില്ല. അവിടെ ഇപ്പോഴേ അവൻ്റെ വീഡിയോ എല്ലാം എടുത്തു വെച്ച്. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് എണീറ്റ് നമ്മൾ പോകാനുള്ള പരിപാടിയിലേക്കൊക്കെ കടന്നു. എന്ത് പരിപാടി, ജസ്റ്റ് പല്ലേക്കുക, ഡ്രസ്സ് മാറുക, അത്രേ ഉള്ളൂ. പുറത്ത് നല്ല ഫോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ക്യാമറയിൽ അത്ര വിസിബിൾ അല്ലായിരുന്നു. തിരിച്ച് കോഴിക്കോടേക്ക് നമ്മൾ ഏർനാടിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ കുട്ടി ചേർത്തല വ്ളോഗ്. അപ്പോൾ ശരി, ബൈ.